ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്ന് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ മക്രോണി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ മക്രോണി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ പാസ്ത വേവിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് അധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓയിൽ നമ്മുടെ മക്രോണി പരസ്പരം ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർക്കുന്നത്. ഇവിടെ ഞാനൊരു 400 ഗ്രാമോളം മക്രോണി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എൽബോ മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 8 to 10 മിനിറ്റ് മതിയാകും. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഹാഫ് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ 2 ടീസ്പൂണ് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 350 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ക്യൂബ്സായി കട്ട് ചെയ്തതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യോജിപ്പിച്ച് വയ്ക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കനിലെ മസാല എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു ഹാഫ് ആൻ അവറായി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ ചിക്കന് റബ്ബറി അല്ലാണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇവിടെ നമ്മുടെ മക്രോണി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ 2 മിനിറ്റും കൂടി വേവിക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് ഒരു 8 മിനിറ്റ് ആയിട്ടുള്ളൂ. അത് അപ്പോൾ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ വെള്ളമെല്ലാം ഊറ്റി മാറ്റി വയ്ക്കാം. നമുക്കിതിന്ന് ഒരു കപ്പ് വെള്ളം മാറ്റി വയ്ക്കണം. അത് നമ്മുടെ പാസ്ത സോസ് തയ്യാറാക്കുമ്പോൾ ചേർക്കാനായിട്ടാണ്. ഇനി ഒരു പാനിലേക്ക് സോസ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ചിക്കൻ എല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം ഒരേപോലെ വേവാനായിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ്റെ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് ഒരു സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേ ഓയിലിൽ തന്നെയാണ് ഞാൻ സോസും തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ ചിക്കൻ ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ വെളുത്തുള്ളിയുടെ ഒരു 5 വലിയ അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതായി അരിഞ്ഞ് പച്ചമുളക് നമുക്കിത് ചേർത്തിട്ട് ഇതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി 1 ടീസ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1 ടീസ്പൂണോളം ഒറിഗാനോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് നമ്മുടെ മുളക് പൊടിയുടെ റോ സ്മെല്ല് പോണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ മുളക് പൊടിയുടെ റോ സ്മെല്ലെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 2 തക്കാളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ഇനി കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തന്നെ 2 തക്കാളി എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു 4 തക്കാളി എടുത്താൽ മതിയാകും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂണോളം ഞാൻ ടൊമാറ്റോ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ചേർത്തതാണ്. ഇല്ലെങ്കിൽ നമ്മൾ തക്കാളിയുടെ എണ്ണം കൂട്ടിയാൽ മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ റോ സ്മെല്ല് പോണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേസ്റ്റിനായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ മാത്രമാണ്. ഇഷ്ടമില്ലാത്തവർ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം.
ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു വലിയ ക്യാരറ്റ് ക്യൂബ്സായിട്ട് അരിഞ്ഞതും ചെറിയ ക്യൂബ്സായി അരിഞ്ഞതും പിന്നെ ബീൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം. വെജിറ്റബിൾസ് കൂടുതൽ വേണമെന്നില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മക്രോണിയുടെ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി വേവിച്ച വെള്ളം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. പാല് അല്ലെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാൽ വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാസ്ത കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇപ്പോൾ പാസ്ത സോസ് എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മക്രോണി നന്നായിട്ട് എല്ലാ ഭാഗത്തും സോസ് എത്തണ പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിത് അവസാനം ചേർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ക്യാപ്സിക്കത്തിൻ്റെ ആ ക്രിസ്പിനെസ് ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ ലാസ്റ്റ് കുക്ക് ചെയ്യാനായിട്ട്. നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി സോസായിട്ട് ക്രീമി ആയിട്ട് വേണം എന്നുള്ളതുകൊണ്ട് ഞാനിവിടെ കുറച്ച് തിക്ക് ക്രീമും പിന്നെ കുറച്ച് മൊസറല്ല ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രഷ് ക്രീമും ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുപോലെ മൊസറല്ല ചീസും ഇതിൻ്റെ ഒപ്പം നമുക്ക് മറ്റേ സാൻഡ്വിച്ച് ചീസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചീസും ക്രീമും ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഒറിഗാനോവും പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു. ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ ഞാനത് അവസാനം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആറണ സമയത്ത് കുറച്ചും കൂടി തിക്കാകും. ആ സമയം നമ്മൾക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിത് സെർവ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കുറച്ച് ഒറിഗാനോവും പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിതൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പാസ്ത തയ്യാറായിട്ടുണ്ട്. ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ചീസും അതുപോലെ ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ചീസെല്ലാം ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരും. ഇതിൽ ചീസും ക്രീമും ചേർത്തുന്നത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഈ ഇഫ്താറിന് നിങ്ങൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും തയ്യാറാക്കാൻ നോക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇനിയും വീണ്ടും ഒരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.